സൂര്യാകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈപ്പം ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നിയോ വിസ്ഡം ഗുരുവായൂർ. അടിപൊളി കോളേജാണ്, അടിപൊളി കുട്ടികളാണ്. ഏതായാലും നമുക്ക് അവരവിടെ വെയിറ്റ് ചെയ്യുന്നു. എപ്പിസോഡിലേക്ക് പോവാം. കമാൺ. ബാലേട്ടനാകാൻ ലാലേട്ടൻ ഉള്ളപ്പോൾ വല്യേട്ടനാകാൻ മമ്മൂക്ക ഉണ്ട്. മമ്മൂക്കയുടെ ഹിറ്റ് സിനിമകളിൽ ഒന്നായ വല്യേട്ടൻ, അതിൽ മനോഹരമായ ഒരു സീനുണ്ട്. അതാണ് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരത് എങ്ങനെ കൈകാര്യം ചെയ്യും നമുക്ക് നോക്കാം. യെസ്, നിയോ വിസ്ഡം ഗുരുവായൂരിലെ മനോഹരമായ ഒരു കോളേജാണ്. അതിലേറെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് അതിമനോഹരമാണ്. അതുക്കും മേലെ മനോഹരമാണ് ഇവിടുത്തെ കുട്ടികൾ. ഇനി ഇവരുടെ ഒരു പൊടിപ്പൂരം നമ്മളങ്ങോട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായി വേദിയിലേക്ക് വരുന്ന ആരാണ്? ഒരു ഹലോ മൈക്കോണെ പിടിച്ചോളൂ, ഒരു ബലം കിട്ടും. എന്താ മോളുടെ പേര്? അശ്വതി. ഏതിലാ പഠിക്കുന്നത്? ഞാൻ ബികോം തേർഡ് ഇയർ. ഓക്കെ, റെഡി, ആക്ഷൻ. ഉൾനാമ്പുകൾക്കിടയിൽ കേട്ടില്ല? കേക്ക് വേണോ? കേക്കോ? അല്ല, കഴിച്ചില്ലേ? ഉമ്മച്ച കേക്ക് കേക്കാ. ഓ, തല്ലാൻ വരുന്നവന് ഇനി കേക്കും കൊണ്ടുവരാ. എടാ, മുട്ടനാടിന് അറക്കാൻ കൊണ്ടുപോകുമ്പോ ഞങ്ങള് പച്ചവെള്ളം കൊടുക്കുക. ഈ കിടക്കിന് നിന്നെ അറക്കാൻ കൊണ്ടുപോകുമ്പോ നീ കൊക്കോള ആയിരിക്കുമല്ലടാ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചു. നിലമ്പൂരിലെയും ഗുണ്ടല്ലൂരിലെയും കാടുകളിൽ കൂപ്പുപണി ചെയ്തും ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും നേടിയ വിയർപ്പ് വളർന്ന മാധവനുണ്ണി. ഉണ്ണികൃഷ്ണന്റെ ഉണ്ണി, ഉണ്ണിയേശുവിന്റെ ഉണ്ണി, മനസ്സിലായില്ലേ? ദിവ്യ ഉണ്ണിയുടെ ഉണ്ണി, ഓ മൊട്ടയുടെ ഉണ്ണി. ഉണ്ണി മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയാൻ പോവാണ്. കാടുകളിൽ കൂപ്പുവേല ചെയ്തും കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന കാലത്ത് വിയർപ്പ് മാധവനുണ്ണി ചോരപ്പുഴ ഒഴുക്കിയോ അവിടെ? കുട്ടികളെ തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച ചെന്നായുടെ കഥ നീ കേട്ടിട്ടില്ലേ? വാ വാ വാ, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂട് പറവച്ച. മാധവന് ഒഴുക്കിയ വിയർപ്പാണ്, വിയർപ്പിന്റെ തുള്ളിയാണ് ചോര. അയ്യോ, വിയർപ്പിന്റെ തുള്ളിയാണ് ചോരയെന്ന്. ദാഹിക്കുന്നുണ്ടോ? അല്പം രക്തം കുടിച്ചോളൂ. കുടിച്ചോളൂ. അടുത്ത ആള് വാ, മക്കള് വാ. എന്താണ് പേര്? ഹിബ. ഇവിടെ നാളെ എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെ. ഓക്കെ, തുടങ്ങിക്കോളൂ. ആക്ഷൻ. ഉൾനാമ്പ് തെറിയാത്ത പാറമണ്ണിൽ തെളിയാത്ത പാറമണ്ണിൽ കൂടഞ്ഞല്ലൂരിലെ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെ കൂടഞ്ഞല്ലൂരിൽ നിലമ്പൂരിലെയും കൂടഞ്ഞല്ലൂരിലെയും കാടുകളിലെ പൊന്നു വിളയിച്ചും. എല്ലായിടത്തും അങ്ങ് പൊന്നു വിളയിക്കുകയാണല്ലോ. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. കാടുകളിൽ മിനി കൂപ്പയാണോ? അല്ല, കൂപ്പ് പണിക്കും കൂപ്പ് ലേലത്തിനും അങ്ങനെ തുടങ്ങി. കൂപ്പ് പണിക്കും കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ തുടങ്ങി കൊണ്ടും കൊടുത്തും വളർന്ന ഒരു മാധവനുണ്ണി ഉണ്ടായിരുന്നു. ഒഴുകിയ ചോരയുടെ നിറം ചുവപ്പിന്റെ ഒഴുകണം. ഇടയ്ക്ക് തട്ടും തടവില്ലാതെ അതിപ്പോ എങ്ങനെ പറയാ? ഈ അവിടെ കണ്ട കുടിച്ചിട്ട് വയറ്റിയത് പോണ പോലെ വന്നത് കടങ്കഥകൾ പറയാനല്ല, നെഞ്ചു മരിച്ച ആളാവാനുമല്ല. മുൾച്ചെടിയിൽ എന്തോ വരുന്നത്? വിഷക്കായ. മുൾച്ചെടികൾക്ക് വിഷക്കായ. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരാളിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കോളേജിൻ്റെ MD നമ്മൾ വേദിയിലേക്ക് വിളിക്കുകയാണ്. പ്ലീസ്. ഹലോ, വെൽക്കം. നമ്മൾ കോളേജിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക്. എന്താണ് പേര്? പേര് മെഹറൂഫ്.
കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയേണ്ടി വരും. കുറച്ച് ഷോർട്ടായിട്ട് പറയാം. 24 വർഷമായി ഈ ക്യാമ്പസ് ഇവിടെ വന്നിട്ട്. 2 വർഷമായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ചേഞ്ചിലാണ്. ഈ യൂണിഫോമിൻ്റെ വേഴ്സറ്റാലിറ്റി തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഈ കോളേജിനെ കുറിച്ച് പറയാൻ പറ്റുക. 4 ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്യാമ്പസ് എന്ന് നിലനിൽക്കുന്നത്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെഡിക്കൽ ഇൻഡസ്ട്രി, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രി, ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഇത്തരത്തിലുള്ള 4 മേഖലയിലാണ് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിന് പറ്റുന്ന ഒരു ഇക്കോസിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള IT പാർക്ക് വന്നിട്ടുണ്ട്. ഈ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഹയാത്ത് ഹോസ്പിറ്റലായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇവിടുന്ന് തന്നെ ജോലി കിട്ടുന്ന രീതിയിലേക്ക് ഈ ക്യാമ്പസ് മാറ്റപ്പെടുകയാണ്. ഒരു വലിയ ചേഞ്ചാണ് തൃശ്ശൂർ ജില്ലയിൽ ഈ ക്യാമ്പസ് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും വലിയ സപ്പോർട്ടും ഇവിടുത്തെ ടീച്ചേഴ്സും മാനേജ്മെൻറ്റും പ്രിയപ്പെട്ട കുട്ടികളുമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കാരണം ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു, എല്ലാ കുട്ടികളും വളരെ രസകരമായിട്ട് പങ്കെടുക്കുന്നു. രണ്ടാമത്തത് ഇപ്പോൾ യൂണിയൻ ഇലക്ഷൻ നടന്നു. യൂണിയൻ ഇലക്ഷന് വിജയിച്ചവരും ഒപ്പം മത്സരിച്ചവരും എല്ലാം ഒരുമിച്ചാണ്. ഇവിടേക്ക് കടന്നു വരുന്നൊരു കുട്ടി ഒരു ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ അതിനെ ഒരു ടീമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ആ ടീമിനെ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ഫോം ചെയ്യുന്നു. അവിടെ നിന്ന് ഒരു ലക്ഷ്യബോധമുള്ള ജോലിയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബിസിനസ്സിലോ താല്പര്യമുള്ള കുട്ടികളെ കറക്റ്റായിട്ട് മോൾഡ് ചെയ്തെടുത്ത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു ഫിനിഷിംഗ് സ്കൂളിലേക്ക് നിയോസ്റ്റം കോളേജ് മാറുന്നു എന്നുള്ളതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്താ മോൻ്റെ പേര്? അങ്ങോട്ട് നോക്കും. എനോഷ്. എവിടെ നാട്? ഇവിടെ തന്നെ ഗുരുവായൂരിന്. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ ഉൾനാമ്പ് അല്ല ശരിയല്ലേ? 100% നീ പറയുന്നത് ശരിയാണ്. 100% ഞാൻ യോജിക്കുന്നു. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണില് കൂപ്പുവല ചെയ്ത് പൊന്നു വിളയിച്ച് നിലമ്പൂരിലെയും കൂടനെല്ലൂരിലെയും കാടുകളിൽ കൂപ്പുവല ചെയ്തും കൂപ്പുലേലം കൊണ്ടും പണിതുയർത്തിയ കാലത്ത് മാധവനുണ്ണിയുടെ കൊണ്ടും കൊടുത്തും എല്ലാ കാലത്ത് മാധവനുണ്ണിയുടെ നിന്നൊഴുകിയ വിയർപ്പിന് നിറം ചുവപ്പായിരുന്നു. എന്തിന്റെ ചോപ്പാ? ചോപ്പിന്റെ ചോരയുടെ ചോപ്പാണല്ലേ? ചോരയുടെ ചോപ്പ്. ഇവനാരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ. ഇരിക്കട്ടൊരു വെയിറ്റിന് വന്നത് പഴങ്കഥകൾ പറയാനല്ല. പഴങ്കഥകൾ. ഓക്കെ. പഴങ്കഥകൾ പറയാനല്ല, നെഞ്ചു വിരിച്ച് ആളാവാനല്ല മറ്റേ ഇതില്ലേ, ഏതാ? മുൾച്ചെടി. എന്താ അത് പൊക്കളല്ല, പിന്നെ അത് കപ്പിളാ. മുൾച്ചെടിയിൽ ഉണ്ടാവുന്നത് വിഷക്കായ നിനക്കൊരു മകനുണ്ടല്ലോ. കാടയുണ്ടോ? കാടയിറച്ചി ഇല്ല സാർ. കൊക്കുണ്ടോ? കൊക്കിറച്ചി ഇതാ വരുന്നു. പറഞ്ഞു കൊടുക്കണ്ട, അതൊക്കെ പറയട്ടോ. ആര്? അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. ശവനാമ്പു. എന്റെ പള്ളി എന്തോ ഈ പറയുന്ന അല്ലേ? ആലോചിച്ച് നോക്ക്. ശവനാമ്പോ? അതെന്ത് വാക്കടാ? ശവം അല്ല, ശവല്ലേ? ശവനാമ്പ് ഒരാളുടെ പേരാണ്. ചെറിയൊരു ക്ലൂ തന്നാ ഞാൻ ഇപ്പൊ പറയാം. നെപ്പോളിയൻ. ഞാൻ പറഞ്ഞു ശവനാറി. എന്തുവാടാ ഇത്? ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. ശാന്തശിവം. ശാന്തശിവോ? ഏതൊക്കെ പേരുടെ ഉണ്ടായിരുന്ന കുറെ പേര് കൂടെ പഠിക്കാൻ പോകും. ശിവരാമൻ എന്നുള്ള പേരിന് പുള്ളി എന്തോ വിളിക്കുന്നത്? ശിവരാമൻ. അങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ. പറ. നീ സാവൂലടാ. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അവനോട് പറയണം, മാധവനോട് അടുത്ത് പിപ്പിടി കാണിക്കാൻ വരരുത്. മാധവനുണ്ണിക്ക് ഒരു മകൻ ദൈവം കൊടുത്തിട്ടില്ല. അയ്യോ, എന്തുവാ? ദൈവം കൊടുത്തിട്ടില്ലെന്ന്? ദൈവം കൊടുത്തിട്ടില്ല മാധവനുണ്ണിക്ക്. അതൊന്ന് കറക്റ്റ് ചെയ്ത് പറ. അവനോട് പറയണം, മാധവനുണ്ണിയുടെ അടുത്ത് പിപ്പിടി കാട്ടാൻ വരരുതെന്ന്. ദൈവം മാധവനുണ്ണിക്ക് മകനെ കൊടുത്തിട്ടില്ല.
മാധവനുണ്ണിക്ക് മകനെ ദൈവം കൊടുത്തിട്ടില്ലേ? ശിവരാമനെ കൊടുത്തിട്ടില്ലേ ദൈവം? ഓക്കെ. പുള്ളി വയ്ക്കാൻ മകനില്ലല്ലോ. ആർക്കാ? ശിവരാമനെ ദൈവം കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടില്ല. ഇല്ല. അതുകൊണ്ട് പുള്ളി വയ്ക്കാൻ ആരും ഇല്ല. അയ്യോ പാവം, പോട്ടെ പോട്ടെ. ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ തന്തയെ നിനക്ക് കൊടുത്തിട്ടില്ലേ? മകനില്ലേ? അതാണ് ഉദ്ദേശിച്ചത്. ഒരു മകന്റെ ധർമ്മമാണ് യഥാവിധ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. അതിനാണ് ഇയാൾ ഇവിടെ വന്നത് മാധവൻ. അല്ല, പകരം ചോദിക്കാനാവില്ല, പ്രതികാരം. ശരി, വിട്ടോ നീ. ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്, മമ്മൂട്ടിക്കാക്ക് ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. ഈ കോളേജിലെ ചെയർമാനാണ്. ഒരു ചെയർമാൻ ആവണമെങ്കിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടേണ്ടതുണ്ട്. അവൻ്റെ ചിരിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവനൊരു ഹാർഡ് വർക്കറാണ്. അതുപോലെ തന്നെ അവൻ്റെ അഭിനയം ഇപ്പോൾ നമുക്ക് കാണാം. ഇത്രയും നേരം ഒരാൾ പോലും ഫുൾ സ്ക്രിപ്റ്റ് പറയാത്തടത്ത് ഒരു ചെയർമാൻ ഫുൾ സ്ക്രിപ്റ്റ് പറയുന്നത് കേട്ടോളൂ. കറക്റ്റ് പേര് പറഞ്ഞ ചെയർമാനെ? അക്ഷയ്. അക്ഷയ്. എവിടെ നാട്? ചാവക്കാട്. ഇവിടെ ഇതിനാണ് പഠിക്കുന്നത്? തേർഡ് ഇയർ. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടലിലെയും കാടുകളിൽ കൂപ്പുപണിക്കോയും കൂപ്പിലാലം കൊണ്ടു അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന കാലത്ത് മാധവൻ വഴക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ പറയാനും ആളായ കഥ പറഞ്ഞ് നെഞ്ചുവരിച്ച് നിൽക്കാനുമല്ല. മുൾച്ചെടിക്ക് വിഷക്കായ പോലെ നിങ്ങൾ കൊണ്ടെടുത്തൊരു മകനുണ്ടല്ലോ, അതാ നിൽക്കുന്നു ശിവരാമൻ. അവനോട് പറയണം ഈ മാധവൻ്റെ അടുത്ത് പിപ്പിടി അണിക്കാൻ വരരുതെന്ന്. കൊള്ളി വെക്കാൻ ദൈവം അവനൊരു മകനെ പോലും കൊടുത്തിട്ടില്ല. ആ കർമ്മം ചെയ്യാൻ തന്തയായ നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ മാത്രം എൻ്റെ അടുത്തേക്ക് അവനെ തൊഴിലഴിച്ച് വിട്ടാൽ മതി. ഞാൻ എന്താ പറഞ്ഞു? എടാ നീയാടാ ചെയർമാൻ. അടിപൊളി, സൂപ്പർ. എന്താ സാധനം ചീങ്കണ്ണിയാ? ഇവ IAS എടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. എന്താണ് പേര്? കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ. എവിടെയാണ് നാട്? കൊടുങ്ങല്ലൂര്. ഏതിനാണ് പഠിക്കുന്നത്? നഴ്സിംഗ് ചെയ്യണം. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്ന് വിളയിച്ചും നീലാംബരിയിലും നീലാംബരിയോ? നിലമ്പൂർ. നിലമ്പൂരിലും ഗൂഡല്ലൂരിലും കാടുകളിലും കൂപ്പുവേലക്ക് പോയും കൂപ്പ് ലേലം കൊടുത്തും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന മാധവനുണ്ണി ഒഴുകിയ വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ പറയാനും നെഞ്ചു വിരിച്ച ആളാവാനോ അല്ല. എന്നാ ഓക്കെ, വിട്ടോ. പേടിച്ച് വിറച്ചൊരു പരുവായി അല്ലേ? പേരെന്താണ്? സഹല. സഹല. നല്ല പേര്. സഹലയുടെ അർത്ഥം എന്തോ? എളുപ്പമാക്കുന്നവൾ. ഓക്കെ, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചു നിലമ്പൂരിലെ ഗൂഡല്ലൂരിലെയും കാടുകളിൽ കൂപ്പുപണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ പറയാനോ ആളായ കഥകൾ പറഞ്ഞ് നെഞ്ചു വിരിക്കാനോ അല്ല. മുൾച്ചെടിക്ക് വിഷക്കായ പോലെ നിങ്ങൾക്കുണ്ടായ ഒരു മകനുണ്ടല്ലോ, അവനോട് പറയണം ദാ നിൽക്കുന്നു ശിവരാമൻ. അല്ല ശവരാമൻ. ദാ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറയണം മാധവനുണ്ണിയോട് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. കുള്ളി വെക്കാൻ ഒരു മകനില്ല. മകനെ ആര് കൊടുത്തില്ല? കുള്ളി വെക്കാൻ ഒരു മകൻ അവന് ദൈവം നൽകിയില്ല. ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൻ എൻ്റെ മുന്നിലേക്ക് തുടലഴിച്ചു വിടുക. ഓ, എനിക്ക് വഴി അടിപൊളി. സൂപ്പർ, താങ്ക് യു. പോയിക്കോ. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ചെയർമാൻ വന്ന് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് ഇനി നമ്മുടെ ചെയർപേഴ്സണെ വിളിക്കുകയാണ്. ചെയർപേഴ്സൺ എന്താണ് പേര്? ശരി. എവിടെയാണ് നാടവിടെ? പാലുവായി. ഓക്കെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാടുകളിൽ കൂപ്പുപണി ചെയ്തു കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന ഒരു മാധവനുണ്ണി ഒഴുക്കിയ. ഇതിനെക്കുറിച്ച് 2 വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്.
ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന്റെ നിറം എന്താണ്? ചുവപ്പ്. ചുവപ്പ് നിറമായിരുന്നു. എന്തിന്റെ ചുവപ്പ്? വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ പറയാനും നെഞ്ചു വിരിച്ച് ആളാവാനും അല്ല. മുൾച്ചെടിക്ക് വിഷക്കായ എന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഒരു മകന്. ഞാൻ വന്നു, രമണൻ സാറിന് ഞാൻ വന്നു. ദാ വരുന്നു, അല്ല ദാ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറഞ്ഞേക്കണം, അല്ല കൊള്ളി വെക്കാൻ പോലും അവനോട് പറഞ്ഞേക്കണം, പിപ്പിരി കാട്ടി മാധവനുണ്ണിയുടെ അടുത്തേക്ക് വരരുതെന്ന്. അവന് കൊള്ളി വെക്കാൻ പോലും ഒരു മകനില്ല എന്നുള്ളത് ദൈവം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഓർക്കണം. തന്തയായി നിങ്ങൾക്ക് അതിന് സാധിക്കുമെങ്കിൽ അവനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടോളൂ. ചുടലെടുത്ത് പറഞ്ഞു വിട്ടോളൂ. എന്താ ചുട എന്തോ ആയിട്ട് എന്റെ പൊന്നോ, ചൂടാക്കിയിട്ടാ എന്തെങ്കിലും ചൂടാക്കിയിട്ട് പറഞ്ഞയക്കായിരുന്നു. അതുകൊള്ള ഒരു മനുഷ്യനെ പിടി ചൂടാക്കിയിട്ട് പറഞ്ഞയക്കായിരുന്നു. തുടലെന്ന് കേട്ടിട്ടുണ്ടോ? തുട അല്ല. അതെന്താ അങ്ങനെ നിക്കുന്നത്? ഇത് മറ്റേ മഹാഭാരതത്തിലെ കഥയാ. ആരുടെ? ദുര്യോധന്റെ ആണോ തുടയടിച്ച് പൊട്ടിക്കുന്ന? അങ്ങനൊന്നും ഇല്ല. ആര് പറഞ്ഞു മഹാഭാരത ദുര്യോധനെ തുടയടിച്ചല്ലേ പൊട്ടിക്കുന്നത്? ഭീമൻ. നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറഞ്ഞ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? അല്ല, കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? തുടലഴിച്ചു വിട്ടോളൂ. ഓ രക്ഷപ്പെട്ടോ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഒരാളെ ഞാൻ വിളിക്കുകയാണ്. ആ സ്പെക്സ്മാൻ വരൂ. എന്താണ് മോനെ പേര് നിന്റെ? പ്രണവ്. പ്രണവ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ബികോം ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. എവിടെയാണ് നാട്? പാവർട്ടിന്. ആക്ഷൻ. ഉൾനാമ തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലും ഗൂഡല്ലൂരിലും കാടുകളിൽ കൂപ്പുപണി ചെയ്തും കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന കാലത്ത് മാധവനുണ്ണി ഒഴുക്കിയ ചോരയ്ക്ക് അല്ല മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനോ ആളയ കഥകൾ പറഞ്ഞ് നെഞ്ചുവിരിക്കാനോ അല്ല. മുള്ളു ചെടിക്ക് വിഷക്കായ പോലെ നീ ഉണ്ടാക്കിയൊരു മകനുണ്ടല്ലോ, അതാ എന്തൊക്കെയുണ്ട് സുഖം. അതാ നിൽക്കുന്നു. അതാ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറയണം മാധവനുണ്ണിയുടെ അടുത്ത് പിപ്പിടി കാട്ടാൻ നിൽക്കരുതെന്ന്. കൊള്ളി വയ്ക്കാൻ ഒരു മകന് ഇവനെ നൽകിയിട്ടില്ല. ദൈവം നൽകിയിട്ടില്ല. ആ കർമ്മം ചെയ്യാൻ തന്തയായ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇവനെ തുടലടിച്ചു വിടുക. പഠിച്ചതെന്ന് പറഞ്ഞു വിളിച്ചില്ലെന്ന് പറഞ്ഞു. എന്താണ് പേര്? അഭിനവ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ NYC നാട് ഇവിടെ തന്നെ മറ്റോ. റെഡി ആക്ഷൻ. ഉൾനാമതിലിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലും ഗൂഡനാടിലും കുട്ടനാടാണോ? ഗൂഡനല്ലൂരാണോ? ഗൂഡനെല്ലൂരാണോ? അതോ ഗൂഡല്ലൂരാണോ? ഗൂഡല്ലൂര്. അപ്പൊ ഇതെന്ന് പറഞ്ഞ അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല. കാടുകളിൽ കൂപ്പുപണി ചെയ്തും കൂപ്പ് ലേലം വിളിച്ചും ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും ഉണ്ടാക്കിയെടുത്ത മാധവനുണ്ണി. പറയൂ, തുറന്നു പറയൂ. എനിക്ക് എന്നെ തന്നെ മനസ്സിലാവും. ഇതിനെ സെൽഫ് അംനേഷ്യ എന്ന് പറയും. മാധവനുടെ വിയർപ്പിന് ചുവന്ന നിറമായിരുന്നു, നല്ല ചോരയുടെ നിറം. കടങ്കഥകൾ ഓർമ്മിപ്പിക്കാനോ അല്ല പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനും ആളായ കഥകൾ പറഞ്ഞ് നെഞ്ചുരിക്കാനുമല്ല വന്നത്. അല്ല, മുൾച്ചെടിയിൽ വിഷക്കായ പോലെ നിനക്കൊരു മകനില്ലേ, അവനോട് പറയണം ശവരാമൻ അവനോട് പറയണം മാധവനുണ്ണിയോട് പിപ്പിടി കാണിക്കാൻ നിൽക്കരുത്, പിപ്പിടി കാണിക്കാൻ നിൽക്കരുതെന്നും കൊള്ളി വയ്ക്കാൻ ഒരു മകൻ ദൈവം തന്നിട്ടില്ല. ആ കടമ തന്തയ്ക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ
ഇറക്കി വിടാന് തുടലഴിച്ചു വിടുക. മനസ്സിലായോ? ഇല്ല, കുറേ ഇച്ചിരി മനസ്സിലാക്കുന്നുണ്ട്. പറയൂ ഒന്നും കൂടെ. ഒന്നുകൂടി പറയണം. വേണ്ട, കുഴപ്പമില്ല, പോകും. ഞാൻ ശ്വാസം ശ്വാസം വിട്ട് ചാവും. അതാ നല്ലത്. വേഗം ചെല്ല്. ട്രിവാൻഡ്രമേൽ ഇപ്പൊ വരും. എന്താണ് പേര്? സൂര്യദേവ്. 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 എവിടെ നാട്? കുന്നോളം. ഏതിന് പഠിക്കുന്നു? ബികോം തേർഡ് ഇയർ. തുടങ്ങാം. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണുകളിൽ ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണുകളിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലും കൂടനെല്ലൂരിലും കാട്ടിൽ കൂപ്പുപണി ചെയ്തും കൂപ്പ് ലേലം കൊണ്ടും മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ ചുടുന്ന മണ്ണപ്പൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു. കൊണ്ടും കൊടുത്തും വളർന്നവനാണ് മാധവനുണ്ണി. മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിനെ ചോരയുടെ നിറമായിരുന്നു. അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണം. ചുവപ്പ് നിറമായിരുന്നു ചോരയുടെ നിറം. വന്നത് പഴങ്കഥകൾ പറഞ്ഞ് ആളാവാനോ പഴങ്കഥകൾ പറയാനോ നെഞ്ചു വിരിച്ച ആളാവാനോ അല്ല. മുൾച്ചെടിക്ക് വിഷക്കായ പോലെ തനിക്കൊരു മകനുണ്ടല്ലോ, ശവരാമൻ. അവനോട് പറയണം എൻ്റെ അടുത്ത് പിപ്പിടി പിടിക്കാൻ വരരുതെന്ന്. കൊള്ളി വെക്കാൻ ദൈവം അയാൾക്ക് ഒരു മകനെ നൽകിയില്ല. ഡയലോഗ് ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളിന്ന് വരട്ടെ. ഉൾനാമ്പ് തെളിയാത്ത ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണുകളിൽ പൊന്നു തെളിയിച്ചും പൈപ്പിന്റെ ചുവട്ടിൽ കുത്തിയിരുന്നു. തുണി കഴുകരുത്. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണുകളിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും ഗുണ്ടല്ലൂരിലെയും കാടുകളിൽ കൂപ്പുപണി ചെയ്തും കൂപ്പുലേലം ചെയ്തും കൊണ്ടും കൊടുത്തും വളർന്ന കാലത്ത് മാധവനുണ്ണി ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ പറയാനോ നെഞ്ചുവിരിച്ച ആളാവാനോ അല്ല. മുൾച്ചെടിക്ക് വിഷക്കായ പോലെ തനിക്ക് ഒരു മകനുണ്ടല്ലോ, ശവരാമൻ. എന്താ പേര്? CI മന്മഥൻ പോറ്റി SI. CI മന്മഥൻ പോറ്റി SIയോ? എന്ന് വെച്ചാ മന്മഥൻ പോറ്റി വെറും SI CA എന്നുള്ളത് ഇനീഷ്യലാ. അവനോട് പറയണം മാധവനുണ്ണിയുടെ അടുത്ത് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. കൊള്ളി വെക്കാൻ പോലും തനിക്കൊരു ദൈവം മകനെ കൊടുത്തിട്ടില്ല. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ആ കർമ്മം തന്തയായ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവനെ എൻ്റെ അടുത്തേക്ക് ചുടലയിച്ചു വിട്ടോളൂ. ചായ ബാജി വേണ്ട മോളെ, ചായം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട.